ഒരു മത്സരം പോലും തോൽക്കാതെ ഈ സീസൺ ഞങ്ങൾക്ക് പൂർത്തീകരിക്കണം. റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം റോഡ്രിഗോ. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന മത്സരത്തിലും എസ്പാനോളിനോട്ട് 4-1 വിജയമാണ് റയൽ മാഡ്രിഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നിവരുടെ ഗോളുകളിലാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മത്സരം പോലും തോൽക്കാതെ ഞങ്ങൾക്ക് ഈ സീസൺ അവസാനിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എംബാപ്പെ, വിനീഷ്യസ് ത്രയം മത്സരിച്ച് ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ഗോള് എംബാപ്പെ, അതുപോലെ 3 ഗോള് വിനീഷ്യസ്. 4-ൽ 3 എംബാപ്പെ പെനാൽറ്റിയിലാണ്, അതുപോലെ വിനീഷ്യസും 2 പെനാൽറ്റിയിലാണ്. എങ്കിലും രണ്ടാളും പക്ക പെർഫോമൻസ് ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വർത്താനുണ്ട്, റയൽ മാഡ്രിഡിൻ്റെ സമയം 2ാം പകുതിയാണെന്നുള്ളതാണ്. 2ാം പകുതി ഉണ്ടോ അത് റയൽ മാഡ്രിഡിൻ്റെ ആണെന്നുള്ള സംസാരങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. ട്രോളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. കാരണം മിക്ക മത്സരങ്ങളിലും റയൽ മാഡ്രിഡ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലും സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ 2ാം പകുതിയിലായിരിക്കും. അപ്പോൾ ഏതായാലും ഒരു ടീമായിട്ട് നമുക്ക് മനസ്സിലാവും റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു സമയത്തെ ലൈനപ്പ്, ഈ ഒരു ഇപ്പോഴത്തെ ടീമിൻ്റെ ലൈനപ്പ് മുന്നേറ്റ നിരയിൽ ഒന്നിന് മികച്ച മറ്റൊന്നായിട്ട് ഒരുപാട് താരങ്ങൾ അണിനിരന്നിട്ടുള്ള ഒരു ലൈനപ്പാണ്. ചാമ്പ്യൻസ് ലീഗിലും ഈ ഒരു മുന്നേറ്റങ്ങൾ നമുക്ക് കാണാനാവുമെന്ന് പ്രതീക്ഷിക്കുക. നല്ല നല്ല ബിഗ് ഗെയിമുകളൊക്കെ വരുമ്പോൾ, നല്ല നല്ല ടീമുകളോട്ടൊക്കെ മത്സരങ്ങൾ വരുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകൾ കരുതാം. എംബാപ്പേൻ്റെ വരവോട് കൂടി ടീം ഒന്നും കൂടി ഉഷാറായി. ആൾറെഡി വിനീഷ്യസിൻ്റെ നേതൃത്വത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ലുക്കാ മോഡ്രിച്ചിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ടീം ഉഷാറാണ്. ഇപ്പോൾ ഏഞ്ചലോട്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു താരമാണ് മോഡ്രിച്ച് എന്നുള്ളത്. ശരി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏജിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ബെറ്ററായിട്ട് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഏതായാലും റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളൊരു സംസാരമാണ്, ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ മത്സരം പോലും തോൽക്കാതെ ഈ ഒരു സീസൺ പൂർത്തീകരിക്കണം എന്നുള്ളത്.